ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായി നിൽക്കുന്ന ചില സെലിബ്രിറ്റികളുടെ വിശേഷങ്ങളും ഓണാഘോഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജയകുമാറേട്ടൻ. ജയകുമാറേട്ടൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം, നമ്മുടെ സ്വന്തം അർജുനേട്ടനാണ് ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ. അപ്പം ഓണമൊക്കെ ഇങ്ങനെ എത്തി, എന്തൊക്കെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ? ഓണത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാർക്കും പിള്ളേർക്കും അല്ലേ കൂടുതൽ ഓണാഘോഷങ്ങൾ. നമ്മളൊക്കെ അത്ര വലിയ ആഘോഷമായിട്ട് ചെയ്യാറില്ലെങ്കിൽ പോലും എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ആഘോഷങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഇപ്പൊ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴും ആഘോഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറവാണല്ലേ? ആഘോഷങ്ങൾ പഴയ കാലത്ത് ഇത്രത്തോളം മറ്റ് സാങ്കേതിക നമുക്ക് കളിക്കാനാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിലും ടിവിയോ മറ്റു കാര്യങ്ങളോ ഇല്ലല്ലേ എന്റെയൊക്കെ ചെറുപ്പകാലത്ത്. അപ്പൊ അന്ന് നമ്മൾ കളിയും കാര്യങ്ങളും തന്നെയാണ് നമ്മുടെ എന്റർടൈൻമെന്റ്. അപ്പൊ ഇപ്പൊ ടിവിയുടെ മുന്നിലാണ് ഓണാഘോഷം എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാലും ഒരു പരിധി വരെ ആൾക്കാര് ടിവിയിൽ നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകും, അത് കണ്ടുകൊണ്ട് വീട്ടിൽ. അപ്പം ചേട്ടന്റെ ഒരു എന്റെ ചെറുപ്പകാലത്ത് ഓണത്തിന് സിനിമയ്ക്ക് പോക്കായിരുന്നു. പിന്നെ ഓണത്തിന് റിലീസ് ചെയ്യുന്ന സിനിമകൾ കാണും. അപ്പൊ അത് ഇരിച്ച് ഒരു സിനിമ കാണുക എന്നുള്ളത് അതൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു ആ സമയത്തൊക്കെ. അത് ഭയങ്കര ത്രില്ലായിരുന്നു ശരിക്കും. ഓണം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തില് വീട്ടുകാരെയൊക്കെ കൂട്ടി ഒരു ഓണമൊക്കെ ഉണ്ടതിന് ശേഷം ഒരു സിനിമയ്ക്ക് പോകുക, അല്ലെങ്കിൽ വിരുന്ന് പോക്ക്, അങ്ങനെ അടുത്ത റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിലോട്ട് പോകുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ അതൊക്കെ ഒന്ന് കുറഞ്ഞു അല്ലേ? അത് കുറഞ്ഞു. അന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അല്ലല്ലോ ഇപ്പോഴും. അന്ന് നമുക്ക് ആഹാരം കഴിക്കുന്നതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ചെറുപ്പകാലം എല്ലാ ദിവസവും ഇതുപോലെ ഡെയിലി നമ്മൾ ഇന്ന് കഴിക്കുന്നതിൻ്റെ കൂട്ടുള്ള ആഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല. ഇപ്പൊ ഇറച്ചിയൊക്കെ ആണെങ്കിലും വർഷത്തിലൊരിക്കലോ ഒക്കെ കഴിക്കും. അതുകൊണ്ട് ഈ ഓണത്തിന് അത്രയും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ അന്ന് അതൊരു വലിയ കാര്യമാണ്. അന്നൊരു ദിവസം അത് കിട്ടുക, പായസമൊക്കെ കൂട്ടിയത് ശരിയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇന്ന് നമുക്ക് എന്തും കഴിക്കാമല്ലോ, എപ്പോ വേണേലും. അപ്പൊ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പം ഫാമിലിയുടെ ഒപ്പം തന്നെ ഓണം ഇവിടെ വീട്ടിൽ തന്നെ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ വീട്ടില്. മക്കള് രണ്ടുപേരും വിവാഹമാണ്, അവര് വെളിയിലാണ്. അപ്പൊ അവരും വരില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഓണമൊക്കെ അങ്ങ് ആഘോഷിച്ച് നിൽക്കും. അപ്പം നമ്മുടെ ബന്ധുവീടുകളിലൊക്കെ പോകും. അപ്പൊ ഈ 2-3 ദിവസങ്ങളിലൊക്കെ ആയിരിക്കും എനിക്കും ഫ്രീ ആയിട്ടൊക്കെ ഉള്ളത്. ഇന്ന് ഈ ഓണ ദിവസങ്ങളിലൊക്കെ പ്രോഗ്രാം വരാറുണ്ട്, പക്ഷെ നമ്മളത് ഒഴിവാക്കും. അന്നെങ്കിലും വീട്ടിൽ വേണമല്ലോ അല്ലേ? നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം, ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷം. അത് നമ്മള് ആഘോഷിക്കണം ചെറുതായിട്ടെങ്കിലും. അപ്പൊ നമുക്ക് മറ്റു വിശേഷങ്ങളിലോട്ട് കടക്കാം. എങ്ങനെയായിരുന്നു തുടക്കം? ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ചേട്ടനെ പോലുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു കലാരംഗത്തോട്ടുള്ള വരവ് എങ്ങനെയായിരുന്നു? കലാരംഗത്ത് എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം പോലെ എനിക്ക് താല്പര്യം നാടകത്തിലൊക്കെ. 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കും ഞാൻ ആദ്യമായിട്ട് നാടകത്തിൽ. 4ാം ക്ലാസ്. എൻ്റെ അന്ന് ഞാൻ പഠിച്ചത് ഇവിടെ അടുത്ത് തന്നെയുള്ള SKV UPS എന്ന് പറഞ്ഞ സർക്കാർ സ്കൂളിലാണ്. അപ്പോൾ എൻ്റെ അധ്യാപകര് അന്ന് കുട്ടപ്പൻ സാറ്, പിന്നെ രാഘവൻ സാറ്, അങ്ങനെ എൻ്റെ അധ്യാപകര് എന്നെ നാടകം പഠിപ്പിച്ച് നാടകത്തിൽ. അതാണ് ആദ്യത്തെ. പിന്നീട് പിന്നെ സ്കൂൾ നാടകങ്ങൾ, പിന്നെ ഹൈസ്കൂളിലൊക്കെ ആയപ്പോഴത്തേക്ക് സ്കൂളിലെ നാടകങ്ങൾ പഠിക്കുന്നത്. പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മോണോ ആക്ട്, മിമിക്രി ഇല്ലായിരുന്നു, മോണോ ആക്ട്, നാടകം, അതിലൊക്കെ സജീവമായിരുന്നു. ഇന്ന് പക്ഷെ നാടകങ്ങളൊക്കെ കുറവാണെന്ന് തോന്നല്ലേ സ്കൂളുകളിലൊക്കെ? സ്കൂളുകളിലും ഈ കലോത്സവങ്ങളിലൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. കലോത്സവങ്ങൾക്ക് പോകാൻ വേണ്ടി നാടകങ്ങൾ തയ്യാറാക്കും. അത് ഇന്നും ഇപ്പോഴും നടക്കുന്നുണ്ട്. അന്നൊന്നും ഇതുപോലെ കലോത്സവങ്ങളോ നമ്മുടെ വീട്ടുകാരുടെ സഹായമോ ഒന്നുമില്ല, നമുക്കൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഒക്കെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഇതിനെതിര് നിന്നിട്ടില്ല. നാടകത്തിന് അഭിനയിക്കാൻ പോകുന്നതിന് എതിര് നിന്നിട്ടില്ല, പ്രോത്സാഹനവും തന്നിട്ടില്ല.
രണ്ടും ഇല്ലായിരുന്നു. ഇന്നിപ്പോ പുതിയ തലമുറയ്ക്ക് അങ്ങനല്ല, ആ ഇല്ല, ശരി, പ്രോത്സാഹനം കിട്ടും. ഉണ്ട്, അത് ശരി. എല്ലാ മേഖലയിലും ഇപ്പോഴത്തെ പേരൻസ് ഒക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. കുട്ടികൾക്ക് എന്തെങ്കിലും കലാവാസന ഉണ്ടെങ്കിൽ അതിനെ പോഷിപ്പിക്കാന്നുള്ള, അതെ, സത്യം. അത് മാത്രമല്ല, ഇന്ന് അവർക്ക് അവരുടെ കഴിവുകൾ കാണിക്കാൻ മീഡിയാസ് ഉണ്ട്, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റികളുണ്ട്. പിന്നെ ടി വി സീരിയലുകൾ എത്ര നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിവുള്ള കുഞ്ഞുങ്ങള്, അപാര കഴിവുള്ള കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ ആ ഒരു ടി വി മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇല്ല നമ്മൾ വന്നത്. അപ്പൊ അത് നമുക്ക് നമ്മുടെ കഴിവുകൾ കാണിക്കാൻ അന്ന് നാടകം അതുപോലൊക്കെയുള്ള, അത് തന്നെ വല്ല ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ നാടകം അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളെ വരുന്നു. അങ്ങനെ നാടകത്തിലൂടെ വന്ന് പിന്നെ നാടകത്തിലായിരുന്നു. അപ്പൊ ഞാന് ഡിഗ്രി കഴിഞ്ഞ് ബി എഡിന് പോയി കുറച്ചു കാലം ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ജോലി. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സർവേ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയായി. പിന്നെ ഞാനത് ഹൈസ്കൂളിലെ ജോലി ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ അത് ആ ജോലി കിട്ടിക്കഴിഞ്ഞാണെങ്കിലും ഞാൻ ഈ നാടകം വിട്ടിട്ടില്ല. അപ്പോഴൊക്കെ ഈ സിനിമാ മോഹം ഉള്ളിലുണ്ടായിരുന്നു, സിനിമയിലെത്തണം ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. ഞാനൊക്കെ 84 ഞാൻ ജോലിക്ക്. അന്ന് ടി വി ഒക്കെ ആയി വരുന്നതല്ല, ടി വി ആയി വരുന്നേ ഉള്ളു. അന്ന് സീരിയലിലും ഒന്നുമില്ല, ഡൽഹിയിൽ നിന്നുള്ള ടെലികാസ്റ്റിംഗ് അല്ല. അപ്പൊ അത് കഴിഞ്ഞാണ് ഒരു 88 90 ആയപ്പോഴേ സീരിയലുകളൊക്കെ വരാത്തത്. അപ്പൊ അതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിൽ അഭിനയിക്കുക, പിന്നെ തൊട്ടടുത്ത സ്റ്റേജ് സിനിമയാണ്, ഇടയ്ക്കൊരു മീഡിയ ഇല്ല. അങ്ങനെ അപ്പൊ സിനിമയിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? പിന്നെ ഈ നാടകങ്ങളൊക്കെ ചെയ്തു ഞാൻ ജോലി കിട്ടിയെങ്കിൽ പോലും ഞാൻ സർക്കാരിന്റെ അനുവാദത്തോടു കൂടി പിന്നെ ഞാൻ പ്രൊഫഷണൽ നാടകത്തിന് പോയി. പ്രൊഫഷണൽ നാടകത്തിൽ 4-5 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആദ്യം ഞാൻ പ്രൊഫഷണൽ നാടകത്തിന് പോകുന്നത് നമ്മുടെ മോഹൻചേട്ടനെ അറിയാവൂ, ശോഭാ മോഹൻ. അവരുടെ 2 മക്കളും നടന്മാരാണ്. മോഹൻചേട്ടൻ അവർക്ക് സ്വന്തമായിട്ടൊരു സമിതി ഉണ്ടായിരുന്നു, ഏക എന്ന് പറഞ്ഞിട്ട്. അതില് 2 വർഷം ഞാൻ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന രാജേന്ദ്രൻ സാറ് ആണ് എന്നെ അന്ന് ഹൈസ്കൂളിൽ നാടകങ്ങൾ അഭിനയിപ്പിക്കുന്നു. രാജേന്ദ്രൻ സാർ, അദ്ദേഹത്തിനൊരു സമിതി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു വർഷം അദ്ദേഹത്തിന്റെ നാടകത്തിൽ അഭിനയിച്ചു, യുവശക്തി തിയേറ്റേഴ്സ്. പിന്നെ മോഹൻചേട്ടന്റെ സമിതിയിൽ 2 വർഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വർഷം കൊല്ലം മുദ്ര എന്ന് പറഞ്ഞൊരു സമിതിയിൽ. പിന്നെ ആറ്റിങ്ങൽ അനുഗ്രഹം, ചെറിയൻകീഴ് അനുഗ്രഹം, അതിൽ 2 വർഷം. പിന്നെ ലാസ്റ്റ് ഞാൻ അഭിനയിക്കുന്ന അതുല്യ എന്ന് പറയും, തിരുവനന്തപുരം. അതിലും ഉണ്ണികൃഷ്ണൻ ചേർക്കണ്ടായ സമിതി, അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സമിതിയിൽ 1 വർഷം. അതായിരുന്നു എൻ്റെ ലാസ്റ്റ് നാടകം. അത് അന്ന് 320 നാടകമൊക്കെ കളിക്കുന്ന ഒരു സമിതിയായിരുന്നു. അപ്പൊ അത്രയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പകല് ജോലിക്ക് പോവുകയും രാത്രിയില്ലാതെ കളിക്കുകയൊക്കെ വേണ്ടേ. അങ്ങനെ പിന്നെ അത് ബുദ്ധിമുട്ടായി. പിന്നെ നാടകം, അപ്പൊ അങ്ങനെയാണ് ഞാൻ നിർത്തുന്നത് പ്രൊഫഷണൽ നാടകം. അപ്പൊ എൻ്റെ പ്രൊഫഷണൽ നാടകം ഈ അതുല്യയുടെ ഉദ്ഘാടനത്തിന് രാജസേൻ സാർ വന്നു, നമ്മുടെ സിനിമാ സംവിധായകൻ. അപ്പൊ അദ്ദേഹം ആണ് എനിക്ക് പിന്നീട് സിനിമയിലൊരവസരം തരുന്നത്. അദ്ദേഹത്തിന്റെ ഞങ്ങൾ സന്തുഷ്ടനാണ്, മറക്കൂല ഞങ്ങളത്. കൊറേ ചിരിച്ച സിനിമയാണ്. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് പിന്നീട് സിനിമയും സീരിയലും. അതെങ്ങനെയായിരുന്നു അതിന്റെ അനുഭവം? കാരണം ജയറാമേട്ടന് ഒക്കെ എല്ലാം ഭയങ്കര ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആദ്യം സിനിമയിൽ എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഉപരിയായിട്ടെന്ന് പറഞ്ഞാൽ എന്റെ ഒന്നും ഒരു ബന്ധുക്കളോ ആരും തന്നെ ഈ ഫീൽഡിലില്ല. അപ്പൊ ഇതുപോലൊരു അങ്ങനത്തൊരു വ്യക്തി നമുക്കൊരു ചാൻസ് തരിക, അതൊരു വലിയ കാര്യം. അതെ, ശരി, ബമ്പർ അടിച്ച പോലെ. അങ്ങനെ അദ്ദേഹം ആ ചാൻസ് തന്നതിന്റെ പേരിലായിരിക്കാം സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അത് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അറിഞ്ഞുവിടാനുണ്ട് ഫീൽഡ്. ജയറാമൊക്കെ അന്ന് കത്തിക്കുന്ന സമയം.
അപ്പൊ അതന്ന് സാറ് പറയുന്നങ്ങ് ചെയ്യാന്നുള്ളത്. അതങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാഗ്യനക്ഷത്രം എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു, സൂര്യ ടി വി. അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. അത് എനിക്ക് നല്ല വേഷം. 26 എപ്പിസോഡ് സീരിയൽ. എനിക്ക് ആഴ്ചയിൽ 2 ദിവസം വരും, ശനി ഞായർ. അങ്ങനെ പിന്നീട് പിന്നെ എനിക്ക് ഇടക്കാലങ്ങളിൽ അത് സീരിയലിൽ നിന്നൊക്കെ ബ്രേക്ക് വരാൻ കാര്യം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരും, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ദൂരോട്ട് മാറുമ്പോഴത്തേക്ക് വരുന്ന ചാൻസ് അഭിനയിക്കാൻ പറ്റാതെ വിഷമം തോന്നും അപ്പൊ അല്ലേ? അങ്ങനെ ഒന്ന് കട്ടാവും. കുറെ വർക്കിന് വിളിച്ച് വരാതിരിക്കും, പിന്നെ കുറെ കാലം പിന്നെ ആരും വിളിക്കാത്തൊരു ഇത് വരും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലൊക്കെ നമ്മുടെ കൊല്ലം ജില്ലയിലും ഒക്കെ ജോലിക്ക് ആയിട്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ് വീണ്ടും അത് തുടങ്ങി. പിന്നൊരു കണ്ടിന്യൂസ് ഒക്കെ ആയി തുടങ്ങുന്ന ഒരു 2011 തട്ടിയും മുട്ടിയും സീരിയലിൽ വന്നേ പിന്നെയാണ് കുറച്ചുകൂടെ അല്ലേ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയത് ഒത്തിരി പേര്. 2012 അത് ശരിക്കും പറഞ്ഞാൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സീരിയൽ അല്ലെ ഒരു TV പ്രോഗ്രാം അല്ലെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി വേറൊരു തല അല്ലെങ്കിൽ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ നടക്കുന്ന ചെറിയ ചെറിയ സാഹചര്യങ്ങൾ കണ്ടന്റ് ആയപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിച്ചു. ഞങ്ങക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അർജുനേട്ടാന്ന് വിളിക്കാനാണ് തോന്നുന്നത്. കാരണം ആ ഒരു ശരിക്കും ഭയങ്കര കവിത എഴുത്തും അതിനകത്തുള്ള മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. സിറ്റ്കോം എന്ന് പറയും. സിറ്റ്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സൗണ്ട് എടുക്കുന്നത് സ്പോട്ടിലോ ഡബിംഗ് ഇല്ല, സിറ്റുവേഷൻ കോമഡിയാണ് സിറ്റ്കോം കോമഡി. അത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുക. അപ്പൊ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് വിട്ടിട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് അത് ഇംപ്രൂവ് ചെയ്യും. അപ്പം അത് ആർട്ടിസ്റ്റ് ഒരാളങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതിനപ്പുറത്ത് തട്ടി ഇങ്ങോട്ടിട്ട്. അപ്പൊ ആർട്ടിസ്റ്റുകൾ തമ്മിലും ഒരു മാനസിക ഐക്യം വേണം. സിറ്റ്കോം കൊഴുക്കണമെന്നുണ്ടെങ്കിൽ ഇത് തട്ടിമുട്ടിയൊക്കെ 11 വർഷം നിന്നു. പിന്നെ 11 വർഷവും നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു, നല്ല പ്രേക്ഷകരുണ്ടായിരുന്നു. കാണികൾ കുറഞ്ഞോണ്ടൊന്നുമല്ല, ചാനൽ അത് മതി, അവർക്ക് വേറെ വേറെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇപ്പോഴും കാണിച്ചാൽ ഇപ്പോഴും കാണികൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല ഇടയ്ക്കൊന്ന് ബ്രേക്ക് വന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ബ്രേക്ക് വന്നിട്ട് മരിച്ചു കഴിഞ്ഞ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. അത് പക്ഷെ കുറച്ച് മാസങ്ങളേ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും യൂട്യൂബിൽ നല്ല, പിന്നെ ഈ ചെറിയ ചെറിയ റീല് പോലെ വരും ഇൻസ്റ്റയിലൊക്കെ, ഭയങ്കര വ്യൂവേഴ്സ് ആണ് ഇപ്പോഴും. ഈ നമ്മുടെ ഈ ലളിതാമ്മയെ പോലുള്ള ഒരു ലെജൻഡിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്, കാരണം ഒരു നീണ്ട കാലയളവ്, ഒരു കുടുംബത്തിൽ നിൽക്കുന്ന പോലെ നീണ്ട കാലയളവ്, 11 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു ആ ഒരു? അവര് പ്രധാനമായിട്ട് നമ്മുടെ നാട്ടുകാരിയും കൂടെ ശരി, ഒരു 10-15 കിലോമീറ്ററിലേ ഉള്ളൂ. കായംകുളം രാമപുരം ഇല്ല, അപ്പൊ അവരുടെ ആ മാർക്കറ്റ്, അവരോടൊപ്പം ഞാനൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ അറിയപ്പെടുന്ന ഇല്ലല്ലോ. അത് മഞ്ജു പിള്ള ആണെങ്കിലും അന്ന് വളരെ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ്. അപ്പൊ അവരുടെ ഒരു മാർക്കറ്റിന്റെ ഒരു അംശം നമുക്കൂടെ കിട്ടി തുടക്കത്തില്. അപ്പൊ അത് സഹായകരമാണ്. ചേച്ചിയുടെ ഈ ഫീൽഡിലുള്ള ഒരു വലിയ നടിയില്ല, പിന്നെ നമ്മളൊക്കെ ഒന്ന് കാണാൻ പോലും, സത്യം പറഞ്ഞാൽ ചേട്ടനോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പോലും ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ദൂരെ നിന്ന് പോലും കാണാൻ എനിക്കൊന്നും അവസരം കിട്ടിയിട്ടേ ഇല്ല ലളിത അമ്മയെ കാണാൻ പറ്റും. അപ്പം ചേട്ടന്റെ ഒക്കെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു മനസ്സിലൊരു കുളിര് പോലെ തോന്നും. കാരണം അവരെ കാണാൻ പറ്റി, കൂടെ അഭിനയിക്കാൻ പറ്റും. കാരണം അവസാന സമയത്ത് വയ്യാതായ സമയത്ത് പോലും നിങ്ങളെല്ലാവരും ആയിരുന്നു ഒപ്പം ഉണ്ടായിരുന്നതൊക്കെ. ആ ഒരു അനുഭവം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നും. അത്രയും നല്ല കഴിവുള്ള ഒരു നടി എന്ന് പറഞ്ഞാല് വളരെ അപൂർവമായി ഒരു ജനിക്കുന്ന ഒരു ജന്മ. എത്രയോ സിനിമകൾ, എത്ര ചെറുപ്പം മുതല് നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ പഴയ സിനിമകളിലൊക്കെ അവരുടെ അഭിനയം സത്യം. നമുക്കൊരു അമ്മ എന്നുള്ള സ്നേഹം, അമ്മയായിട്ട് നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ ഉള്ളിലോട്ട്. പിന്നെ ഇത്
ഇപ്പൊ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ചിലപ്പോൾ 10, 60, 50 ദിവസം കൊണ്ട് തീരുന്നതായിരിക്കും. അപ്പൊ അതിലൊരു നടനും നടിയും ഒക്കെ തമ്മിൽ പിന്നെ എത്ര ദിവസം കോമ്പിനേഷൻ കാണും? ഒരു 5 ദിവസമോ അല്ലേ? ഇതിപ്പോ ഞങ്ങളങ്ങനെയല്ലേ, 10-11 കൊല്ലം 11 വർഷം, ഒരു മാസം ഒരു 10 ദിവസമെങ്കിലും ഒരുമിച്ചുണ്ടാവും. അങ്ങനെ 11, അപ്പൊ ഒരു മാസം 10 ദിവസം, അപ്പൊ ഒരു വർഷം ആകുമ്പോ 120 ദിവസമായി. 10 വർഷം ആകുമ്പോ 1200. അപ്പൊ മൊത്തം കൂട്ടി കഴിഞ്ഞാൽ 3-4 വർഷങ്ങള് ഞങ്ങള് ഒരുമിച്ചുണ്ടായിരുന്നു. അതും അമ്മയും മോനുമായിട്ട്. കുട്ടികളൊക്കെ അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് ഇപ്പോഴും? അവന് മോനായിട്ട് അഭിനയിച്ച അവന് സിദ്ധാർത്ഥ, അവനിപ്പോ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ വർഷം ഒരു സിറ്റ്കോമിൽ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ എന്റെ മോളായിട്ട് അഭിനയിച്ച അവള് അന്നേ നമ്മുടെ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ 2020 ഫെബ്രുവരി മാർച്ചിലാണല്ലോ കൊറോണ വരുന്നത്. 2020 ഫെബ്രുവരി മാസം അവർക്ക് UK നഴ്സായിട്ട് ജോലി കിട്ടി. അപ്പൊ അന്ന് പോലെ അവിടെ അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കൊണ്ടു നടന്നു. പിന്നെ മഞ്ജു ചേച്ചി ആണെങ്കിലും വന്നപ്പോ ഇത്രയല്ലോ ഇച്ചിരി ഉള്ളൂ. ശരിയാ, സീരിയൽ നിന്ന് വലുതായി. അതിനുശേഷം വീണ്ടും പിന്നീട് സിനിമകളിൽ സീരിയലുകളിലും സജീവമായിട്ടിരുന്നു. പിന്നെ പലരും ചോദിക്കും അത് ഫിലിമിൽ എന്താ അത് ശ്രമിക്കാത്ത, വിളിച്ചല്ലേ അത് സിനിമ എനിക്ക് കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ചിലപ്പോ പറയുന്നത് ഇത് സീരിയലുകള് മാറ്റി വെച്ചിട്ട് സിനിമയിലോട്ട് പോവാൻ. പക്ഷെ അതെന്ന് പറഞ്ഞ ഫിലിം നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. അപ്പം ഇതെന്ന് പറഞ്ഞ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥിരമായ വരുമാനം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത് കളഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല. ആക്ടിങ് തന്നെ, എന്നാലും ഫിലിം, ഏതൊരു നടനും ഫിലിമാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. തീർച്ചയായിട്ടും അത് നമുക്കും അത് തന്നെ. പിന്നെ അത് ഓരോ തലയിലെഴുത്തുണ്ടല്ലോ, നല്ലൊരു വേഷം എന്തെങ്കിലും ഫിലിമിൽ കിട്ടുമെന്ന്. ഇപ്പൊ കംഫർട്ടബിൾ എവിടാണ്? അപ്പൊ സീരിയലാണോ സിനിമയാണോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നേ? സിനിമയാവുമ്പോഴേ നമുക്ക് ഇച്ചിരി ലെഷർ ടൈം ഒക്കെ കിട്ടും. കാരണം ഒരു ഫിലിം ആകുമ്പോ കൂടിപ്പോയ ഒരു ദിവസം ഒരു 4 സീന് അല്ലെങ്കിൽ മാക്സിമം വന്ന 5 സീനൊക്കെ കിട്ടും. അപ്പൊ അതില് നമ്മള് എല്ലാ സീനിലും നമ്മൾ കാണത്തില്ല. അപ്പൊ ഇടയ്ക്ക് നമുക്കൊന്ന് വിശ്രമിക്കാനോ. അപ്പൊ സീരിയൽ അങ്ങനല്ല. സീരിയൽ ബഡ്ജറ്റും കുറവല്ല, ചെറിയ ബഡ്ജറ്റ്. അപ്പൊ ഒരു ദിവസം 10 സീന് ഒക്കെ എടുക്കും. അപ്പൊ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ്. അപ്പൊ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അത് ഒരു സീക്വൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. സീരിയലിന്റെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 10 ദിവസം വെക്കുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് 1 മാസം ഒക്കെ എടുക്കും. 1 മാസം എടുത്തേ പറ്റുമോ അവർക്ക്. ബഡ്ജറ്റ് കുറവാണ്. ഫിലിമിന് അങ്ങനെയല്ലോ, ഫിലിം വെക്കുമ്പോൾ 60 ദിവസം ഒരു ഫുൾ വർക്ക്, ചിലപ്പോ 50 ദിവസം ഒക്കെ. അപ്പൊ അതിനകത്ത് നമുക്ക് ചിലപ്പോൾ 10 ദിവസം കാണും. മെയിൻ ആക്ടേഴ്സിനൊക്കെ എല്ലാ ദിവസവും. അപ്പൊ അത് രണ്ടും വ്യത്യാസമാണ്. പിന്നെ വർക്കിന്റെ സ്പീഡ് വ്യത്യാസമല്ലേ. ഫിലിമിൽ പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് ഒരു കഥ പറഞ്ഞ് തീർക്കണം. അപ്പൊ അത് ഫിലിമിന്റെ അതിന്റെ സ്പീഡ് തന്നെ. അപ്പൊ സീരിയൽ പരത്തി പറയും. ശരിയാ, നീട്ടി പോകും. രണ്ട് വ്യത്യാസം. അപ്പൊ നമ്മൾ പരസ്യചിത്രങ്ങൾ എടുത്താലോ 1 മിനിറ്റ് കൊണ്ട് ഒരു കഥ മൊത്തം പറയണം. അപ്പൊ ഇതിന്റെ എല്ലാം സ്പീഡിന് വ്യത്യാസം. അതെ, സത്യം. അങ്ങനെ ഡിഫറൻസ്. അപ്പൊ ഇനി ഈ കൂടുതലും ചെയ്തിട്ടുള്ള കോമഡി റോളുകളാണ് തോന്നുന്നത്. സീരിയസ് റോളുകൾ ചെയ്യാൻ താല്പര്യമില്ല? തീർച്ചയായിട്ടും ചെയ്യും. പിന്നെ ഞാൻ സീരിയസ് വേഷം, ഞാൻ സെൻട്രൽ വേഷം ചെയ്തൊരു ഫിലിം ഉണ്ടായിരുന്നു. അത് 6 വർഷം മുമ്പ് റിലീസായത്. പിന്നെ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അപ്പൊ അതിന്റെ മാർക്കറ്റിങ്ങിന്റെ ഒക്കെ തരാറുണ്ട്. അത്യാവശ്യം നല്ല ഫിലിമായിരുന്നു. വലുതായിട്ട് വിജയിച്ചില്ല. പിന്നല്ലാതെ ഞാൻ നെഗറ്റീവ് വേഷങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് വേഷങ്ങള് മാലാഖമാർ എന്ന് പറഞ്ഞ, പിന്നെ കറുത്തമുട്ട എന്ന് പറഞ്ഞ സീരിയൽ. അതെ, അവാർഡ് കിട്ടി. കറുത്തമുത്തിന് 3 വർഷം എനിക്ക് അവാർഡ്. പിന്നെ ഇപ്പൊ ഞാൻ ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചറമ്മ എന്ന് പറഞ്ഞു. അതിനകത്തൊരു പക്കാ സീരിയസ് വേഷം. ഒരു കോമഡിയല്ല. രണ്ടും അക്സെപ്റ്റ് ചെയ്യും അല്ലേ ഓഡിയൻസ്? അല്ലേ? തീർച്ചയായിട്ടും. നമ്മള്
നമ്മള് കോമഡി ചെയ്യുമ്പോൾ കോമഡി ആയിട്ടും ആ അല്ല സീരിയസ് വേഷങ്ങൾ ഇച്ചിരി എളുപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം. ആണല്ലേ. അതെന്താ അപ്പൊ അങ്ങനെ സീരിയസ് കോമഡി ആ കോമഡി വരുമ്പോഴ് ചിരിപ്പിക്കണം? ചിരിക്കണം. ചിരി നമ്മളൊരു കോമഡി പറഞ്ഞ് ചിരിച്ചിട്ടില്ല ചീറ്റിപ്പോയത്തില്ല. സീരിയസ് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പിടിച്ച് നിയന്ത്രിച്ച് അഭിനയിക്കണ്ടെന്നുള്ളതല്ല, അതിനനുസൃതമായിട്ടുള്ള നമ്മൾ മാറ്റം വരുത്തി. കോമഡി ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആണ്. ഇത് വരുമ്പോൾ ഇച്ചിരി നമ്മൾ ലിമിറ്റ് ചെയ്യും. അത് സംഭാഷണം പറയുന്ന രൂപത്തിലാണെങ്കിൽ നമ്മുടെ ചലനങ്ങളിലാണ് ലിമിറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നെഗറ്റീവ് വേഷങ്ങളും സീരിയസ് വേഷങ്ങളും ഇച്ചിരിയുടെ ഈസി ആയിട്ട് തോന്നുന്നു. അപ്പൊ ഇനിയിപ്പം ഇനി അവസരങ്ങൾ വരും, കൂടുതൽ നല്ല നല്ല അവസരങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇന്ന റോള് ചെയ്താൽ കൊള്ളാം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒരു പോലീസുകാരനായിട്ടോ അല്ലെങ്കിൽ ഒരു കളക്ടറായിട്ടോ അങ്ങനെ എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്താൽ കൊള്ളാം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം? കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹം ചെറുതായിട്ട് കിടക്കുന്നത് ഒരു ഊമവേഷം ചെയ്താൽ കൊള്ളാം. ഒരു വെറൈറ്റി ത്രൂ ഔട്ട് ഊമ സംസാരിക്കാനും കേൾക്കാനും അറിയാൻ വയ്യാത്ത ഒരാള്, അയാളുടെ ഒരു ജീവിതം അതിനകത്ത് അവർക്കും നമ്മളെ പോലെ തന്നെ എല്ലാ വികാരങ്ങളും ഉണ്ടല്ലോ. നമുക്കിപ്പോ കേൾക്കാം, അവരെ കേൾക്കുന്നില്ല, അവർ സംസാരിക്കാൻ പറ്റുന്നില്ല, വ്യത്യാസമുണ്ട്. നമ്മൾ തന്നെ വരും. അപ്പൊ നമുക്കുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും അപ്പൊ അത് ആ രൂപത്തിൽ പ്രസന്റ് ചെയ്യണം. ഇതൊരു വെറുതെ മിമിക്രി ചെയ്യുന്ന പോലെ അതും കുറച്ച് വലിയ ടാസ്ക് ആയിരിക്കും അല്ലേ? കൃത്യമായിട്ട് പഠിച്ച് അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വേഷം കിട്ടണമെന്നൊരാഗ്രഹം. സാധിക്കട്ടെ, ഉറപ്പായിട്ടും. അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ബാക്കിയുള്ള ഫാമിലി ഒക്കെ എങ്ങനെയാണ്? ഫാമിലി വീട്ടിലുള്ള നമുക്ക് സപ്പോർട്ടാണ്. ഭാര്യ പണ്ടുപോലെ ഞാൻ നാടകത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നല്ലേ, അതുപോലെ സപ്പോർട്ടാണ്. അഭിനയം മാത്രമാണോ അതോ എഴുത്തോ കഥയോ കവിതയോ? അങ്ങനെ നമ്മുടെ അർജുനേട്ടന്റെ പോലെ കവിതകൾ ഞാൻ എഴുതുന്നു. പിന്നെ അതെല്ലാ കവിതകളും ഞാൻ എഴുതും. വേറെ നേരത്തെ ഒക്കെ നല്ല വായനയുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ അടഞ്ഞുപോയി. പിന്നെ ന്യൂസ് പേപ്പറും പിന്നെ TV ന്യൂസുകള് അത്തരം കാര്യങ്ങളേ ഉള്ളു. അല്ലാതെ വായന നേരത്തെ ഗൗരവമായിട്ടുള്ള വായന ഉണ്ടായിരുന്നു. അപ്പൊ എഴുത്തും ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ മറ്റുള്ള ഹോബീസ് എന്തായിരുന്നു? മറ്റുള്ള ഹോബീസ് ഒന്നുമുള്ള സമയം ഇല്ല. അത് ചെറിയ പ്രായത്തിൽ എനിക്ക് ജോലി കിട്ടി. അത് സർവേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ സർവേ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടെൻഷനുള്ള ഡിപ്പാർട്ട്മെന്റാണ്. എപ്പോഴും തർക്കങ്ങളും പ്രശ്നങ്ങളും വസ്തു സംബന്ധമായ കാര്യങ്ങളാ. അപ്പൊ അതിനിടയില് പിന്നെ ഈ കലാരംഗവും എല്ലാം കൂടെ പിന്നെ അല്ലാതെ നമ്മുടെ ഹോബിക്കോ ഒന്നുമുള്ള സമയം ജീവിതത്തിൽ കിട്ടിയില്ല. അതിനിടയിൽ നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ, ഫാമിലിയെ വളർത്തുക, അത്തരം കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അപ്പോൾ അതെല്ലാം ഓടിച്ചു പോകുമ്പോഴേ നമ്മുടെ ഹോബി എന്ന് പറഞ്ഞൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല. ജോലിക്കിടയിലും ഈ സത്യം പറഞ്ഞാൽ ഈ കല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് പറയുന്നത് അത് വലിയൊരു അതല്ലേ. കാരണം അതിന് ആരായിരുന്നു മോട്ടിവേഷൻ? ഫാമിലി ആയിരുന്നോ അതോ ഫ്രണ്ട്സ് ആയിരുന്നോ? എൻ്റെ ആഗ്രഹം അല്ലാതെ എൻ്റെ ആഗ്രഹത്തിന് വിഘാതമായിട്ട് ഫാമിലി നിന്നില്ല. അത് തന്നെ, അതാണ് ഏറ്റവും വലിയ സപ്പോർട്ടല്ലേ. അത് അവസാനം ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് റിട്ടയർ ആയത്. അപ്പം ഹയർ പോസ്റ്റിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അതുപോലെ ശമ്പളമില്ലാത്ത അവധിയൊക്കെ അവസാനം ഒരുപാട് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു. ലോസ് ഓഫ് ലീവ് ഒക്കെ എടുത്ത് വരുമ്പോഴേ അപ്പൊ എന്നാലും അപ്പോഴും അഭിനയമായിരുന്നുള്ളില്ല. പക്ഷെ നമ്മള് പെൻഷനായിട്ടും നമുക്ക് ഇപ്പോഴും എൻഗേജ്ഡ് ആണ്. ജോലി ഉണ്ടായിരുന്ന കാലത്തെ പോലെ തന്നെ എൻഗേജ്ഡ് ആണ് ഇപ്പോഴും. ഇപ്പൊ ഓണത്തിന് പുതിയ സിനിമകളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. റിലീസ് ആവുന്നുണ്ടോ? ഉണ്ട്. ഓണത്തിന് കണ്ടേക്കും. അടുത്ത റിലീസിന് തയ്യാറായി നിൽക്കുന്നത് തേരി മേരി എന്ന് ഫിലിമുണ്ട്. അത് ശ്രീനാഥ് ഭാസി, ഷൈൻ ടോൺ ചാക്കോ ഒക്കെ അഭിനയിക്കുന്നു. പിന്നെ റിലീസാണുള്ള ഒരു അടിപൊളി എന്ന് പറഞ്ഞ ഫിലിമുണ്ട്.
വിജയരാഘവൻ ചേർന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതുണ്ട്. പിന്നെ അല്ലാതെ 6-7 ഫിലിമുകളിൽ വരാനുണ്ട്. സ്വച്ഛന്തമൂർത്തി എന്ന് പറയും. എല്ലാം അതിൽ സീരിയസ് വേഷമായിരിക്കും സ്വച്ഛന്തമൂർത്തി. മറ്റേത് രണ്ടും ഇപ്പൊ റിലീസ് ആവാൻ പോകുന്നതൊക്കെ കോമഡി. അത് കോമഡി കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിക്ക് വേണ്ടിയുള്ള പറയുമ്പോ തന്നെ ചിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഊഹിക്കാം. അല്ല, കോമഡിക്ക് വേണ്ടിയുള്ള കോമഡിയല്ല, ഒരു നാച്ചുറലായിട്ട് ഉണ്ടായി വരുന്ന ഒരു സംഭവങ്ങൾ കോമഡിയായിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനിയും പുതിയ വർക്കുകൾ എന്തെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? അതോ പുതിയ വർക്കുകൾ ഇപ്പോൾ ഫിലിമിൻ്റെത് 1-2 വിളിച്ചിട്ടുണ്ട്. പിന്നെ അത് എന്ന് തുടങ്ങുക എന്നുള്ളത് ചിലപ്പം അടുത്ത മാസം ഓണം കഴിഞ്ഞൊക്കെ തുടങ്ങും. അപ്പോൾ ഫിലിമിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പം ഡേറ്റുകൾ മാറ്റി, പ്രോജക്റ്റ് തന്നെ മാറ്റിയെന്ന് വരും. അപ്പോൾ അതൊന്ന് അപ്പം നമുക്ക് അഭിനയിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ഉറപ്പ് പറയാൻ പറ്റൂ. അല്ലാതെ വലിയ പ്രോജക്റ്റുകളൊക്കെ ആകുമ്പോൾ നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തു. ഞാൻ 2018 വലിയ പ്രോജക്റ്റ്. 2018. പിന്നെ ഗോകുലം ഗോപാലൻ ചേട്ടൻ്റെ വിനയൻ സാർ ഡയറക്റ്റ് ചെയ്ത് 19-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ട്. അതൊക്കെ അത്ര വലിയ ഫിലിമുകളാകുമ്പം നേരത്തെ എല്ലാം അറേഞ്ച് ചെയ്ത് നല്ല അതുപോലെ ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഈ നമുക്ക് ക്യാരക്ടേഴ്സ് ഇപ്പൊ ഇങ്ങനെ നേരത്തെ വലിയ പ്രോജക്റ്റ് ഒക്കെ ആകുമ്പം ക്യാരക്ടേഴ്സിന് നമുക്ക് ഈ കാസ്റ്റിംഗ് ഒക്കെ കഴിയുമ്പം നമ്മളോട് പ്രിപ്പറേഷൻ ഒക്കെ എടുക്കാൻ പറയുമോ? ആ ക്യാരക്ടറെ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇന്ന വേഷമാണ് എന്നുള്ളത് പറയും. അല്ലാതെ നമുക്ക് അത്രത്തോളം വലിയ വേഷങ്ങളല്ലല്ലോ. ഇപ്പൊ വലിയൊരു വേഷമാണെങ്കിൽ ഒരു നായക പ്രാധാന്യമോ അല്ലെങ്കിൽ തൊട്ട് താഴെ നിൽക്കുന്നോ ഒക്കെ വലിയ വേഷമാണെങ്കിൽ അതിൻ്റെ കഥ വായിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ തരും. അല്ലാത്തടത്തോളം അത്ര ഇപ്പോൾ 5, 6, 10 ദിവസം വർക്കിനുള്ള ആകുമ്പോൾ ഒരു കഥാപാത്രം എന്നുള്ള അല്ലാതെ മുൻകൂർ നമുക്ക് വായിക്കാൻ തരുമോ ഒന്നും ചെയ്തു. അപ്പം നമ്മുടെ മനസ്സിലൊരു കണക്കൂട്ടി വരുമല്ലോ. പിന്നെ കഥാപാത്രമാകുമ്പോൾ അതിൻ്റെ മാനറിസം ഇങ്ങനെ ആയിരിക്കണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം. അത് പിന്നീട് സംവിധായകൻ്റെ അടുത്ത് നമ്മളത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കും. ഡയറക്ടർ അങ്ങനെ വേണ്ട, ഇങ്ങനെ അങ്ങനെ ചെയ്തു. അപ്പൊ ഇനിയിപ്പം കൂടുതൽ അതായത് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ കൂടുതൽ എന്തായാലും ഒരു ഫുൾ റോൾ എന്ന് വെച്ചാൽ ഊമയായിട്ടല്ലേ ഒരു ഫിലിമിൽ ഒരു വേഷം കിട്ടും. അപ്പം കിട്ടാൻ വേണ്ടി ഞങ്ങളും ആശംസിക്കുന്നു. അല്ലാതെ ഒരു 1.5 വർഷം മുമ്പ് ഞാൻ സെൻട്രൽ വേഷം ചെയ്യുന്ന ഒരു ഫിലിമിന്റെ എല്ലാം പൂജ വരെ കഴിഞ്ഞതായിരുന്നു. അതൊരു ഒറ്റക്കണ്ണൻ വേഷമായിരുന്നു. കണ്ണൻ യാക്കോബ് എന്ന് പറഞ്ഞിട്ട് ഫിലിമിന്റെ പേര്. എൻ്റെ ടൈറ്റിൽ തന്നെ എൻ്റെ കഥാപാത്രം. അത് എന്തോ സാങ്കേതികത്വം കൊണ്ട് അത് ഇടയ്ക്കൊന്ന് ബ്രേക്കായി. അല്ലെങ്കിൽ അത് കഴിഞ്ഞ വർഷമൊക്കെ ഷൂട്ടിങ് നടക്കണ്ട. അതും എനിക്കൊരു പക്ക സീരിയസ് വേഷമാണ്, സെൻട്രൽ വേഷമാണ് ത്രൂ ഔട്ട്. കണ്ണൻ യാക്കോബ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ യാക്കോബ എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടർ. അത് ഇനിയിപ്പോ ഉണ്ടാവോ? അതായത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷകൾ. വെറൈറ്റി അങ്ങനെയുള്ള വേഷങ്ങൾ വരുമ്പോ ഭയങ്കര. അതെ. ഈ ഊമ എന്ന് പറഞ്ഞ കഥാപാത്രം പോലെ നമ്മുടെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അതും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കും. അപ്പൊ ഒരു കണ്ണ് ഫുള്ള് അടഞ്ഞ് അതിന് മേൽ മെംബ്രെയിനുകളൊക്കെ ഒട്ടിച്ചാണ് മേക്കപ്പ് ടെസ്റ്റ് തന്നെ. അപ്പൊ നമ്മൾ ഒറ്റക്കണ്ണി വ്യൂ തന്നെ നമുക്ക് ഒരു ഇത് വരും. അത് അങ്ങനെ നമ്മളൊരു 1 മണിക്കൂറൊന്നും അല്ല, എനിക്ക് 10-30 ദിവസം വർക്കാണ്. ആ 30 ദിവസം കണ്ടിന്യൂസ് ഒട്ടിച്ച് അങ്ങനെ നിൽക്കണം. അപ്പൊ അത് ഇച്ചിരി റിസ്ക്കുള്ള, വെറുതെ നിൽക്കുകയല്ലോ. നമ്മൾ ഈ കണ്ണ് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഫൈറ്റ് സീൻ വരെ ഉണ്ടാകും. ആ മനുഷ്യന്റെ ഒരു ജീവിതമാണ് കാണിക്കുന്നത് യാക്കോബിന്. അപ്പൊ അത് അതിനകത്ത് അത്രയും ദിവസം നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് നിന്ന് അത്രയും ബുദ്ധിമുട്ടി തന്നെ അത് ചെയ്യണം. അങ്ങനെയൊക്കെ അത്രയും ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് പടം എന്നാലും വരുന്നുണ്ട്.
അതൊരു നല്ല ഒരു ക്യാരക്ടർ. അതായത് അഭിനയിക്കുന്നതിന്റെ ഒരു ഇത് കഷ്ടപ്പാടുകളും കാര്യങ്ങളും പറയുന്നത്. പണ്ട് നമ്മള് ഈ ചാന്തുപൊട്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പം ദിലീപേട്ടന്റെ ഒരു ഇന്റർവ്യൂല് ദിലീപേട്ടൻ പറഞ്ഞിരുന്നു, ഇതെല്ലാം കഴിയുമ്പോഴും ആ ഒരു സ്ത്രൈണത ഇങ്ങനെ ബോഡിയിലാണെങ്കിലും ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ പോലും ആ ഒരു സ്ത്രൈണത വരുമെന്ന് പറയായിരുന്നു. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മൾ ഈ ഒരു 10-30 ദിവസം എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറായി എനിക്ക് എന്റെ അനുഭവമായത്, ഇത് മേക്കപ്പ് ടെസ്റ്റ് ചെയ്തു ഈ കണ്ണടക്കി വെച്ചിട്ട് 2-3 മെമ്പറൈനുകൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണ് തുറക്കത്തില്ല. ആ കണ്ണ് അങ്ങനെ അടഞ്ഞിരിക്കും. ശരിക്കും വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് നമ്മൾ കണ്ണൊക്കെ ഒരു അപകടം പറ്റി കണ്ണ് നഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, ആ രൂപമായിരിക്കും. അതെ, എന്റെ ഇരിപ്പുണ്ട്. ഒരു വൺ സൈഡ് വ്യൂ അല്ലേ? ശരിയാ, ഭയങ്കര ഒരു അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാലൻസ് തുടക്കത്തിൽ തെറ്റും. കണ്ണില്ലാത്തവരുടെ വിഷമം കാരണം എനിക്ക് ഈ കണ്ണില്ലാത്ത ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഒരു സംഭവം, എനിക്കൊരു എൻ്റെ കുഞ്ഞിലെ, അതായത് പണ്ട് ചെറുപ്പത്തിലാണെ അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെയും കൊണ്ട് പുറത്ത് കടയിൽ പോകും എന്തെങ്കിലും മേടിച്ചു തരാൻ വേണ്ടി, പൊറോട്ട എന്നൊക്കെ നമ്മളിങ്ങനെ വല്ലപ്പോഴും നമുക്കിതൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ഒരു വട്ടം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കും ഒരു കണ്ണ് കാണാത്ത ഒരാൾ വടിയുണ്ട് കയ്യിൽ. അന്ന് നമ്മുടെ ഈ മറ്റേ സ്റ്റിക്കല്ല, സാധാ ഒരു വടി കയ്യിൽ. അപ്പോൾ സന്ധ്യ മയങ്ങി. അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കാൽപെരുമാറ്റം കേൾക്കും. അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ പിടിച്ച്, ഞാനന്ന് വളരെ ചെറുപ്പമാണ്, ഞങ്ങളിങ്ങനെ പോകുമ്പം പെട്ടെന്ന് ഈ ആള് പറഞ്ഞു, എന്നെ ഒന്ന് ക്രോസ് ചെയ്യിപ്പിക്കുമോ അപ്പുറത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പിടിച്ചിട്ട് ആളുടെ കയ്യെ പിടിച്ചു, ഞാൻ ഇപ്പുറത്തെ കയ്യിലും ഉണ്ട്. ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് വിട്ട് കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആള് പോകുന്ന വഴി ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ ഇരുട്ടാണല്ലോ. നമ്മളെല്ലാം ഓർക്കാതെ ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഇരുട്ടാണല്ലോ, എങ്ങനെ പോകും എന്നിങ്ങനെ അച്ഛൻ അറിയാതെ പറഞ്ഞു. അപ്പൊ എടുത്ത വായിൽ ഈ ആള് നമ്മളോട് പറഞ്ഞു, എനിക്ക് എന്ത് ഇരുട്ടെന്ന് പറഞ്ഞു. സത്യം ഞാൻ കുഞ്ഞാ, പക്ഷെ എനിക്ക് അന്ന് അതിന്റെ വലിയ ആഴമൊന്നും മനസ്സിലായില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഈ ഒരു വാക്ക് കിടപ്പുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ നമ്മൾ വളരും തോറും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ, അയ്യോ ഇങ്ങനെ ശരിയല്ലേ, അവർക്ക് എപ്പോഴും ഇരുട്ടല്ലേ, നമ്മൾ ഈ കാണുന്ന എല്ലാം നമ്മൾ കാണുന്നില്ല. അതെ, അവർക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്നാ അത് വെച്ചിട്ട് എൻ്റെ 2 സുഹൃത്തുക്കൾ, ഒരു സുനിൽ എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള സുനിൽ ഇപ്പൊ ഒരു 10-35 വയസ്സ് കണ്ടേക്കും. കാഴ്ച ശക്തിയില്ല, പക്ഷെ എൻ്റെ എല്ലാ സീരിയലുകളും കാണും. എൻ്റെ സൗണ്ടും ഉണ്ടായിരുന്നു ചെയ്യും. ഏതിലേതാന്നൊക്കെ, ഏത് വേഷം ചെയ്യുന്നു കറക്റ്റ് എന്നെ വിളിക്കും. ഒട്ടും നിന്ന് കാണത്തില്ല. അപ്പൊ അദ്ദേഹത്തിന് പശു വളർത്തലും ഒക്കെ ഉണ്ട്, വീട്ടില് കൃഷിയും കാര്യങ്ങളും അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഈ സീരിയലുകൾ, ഞാൻ പുതിയൊരു സീരിയൽ വന്നാൽ പുള്ളിക്ക് അറിയാം. പുള്ളി വിളിക്കും. പുള്ളി ഇപ്പം അത് കഴിഞ്ഞിട്ടിപ്പം അവരുടെ ഇപ്പം ഇതുപോലെ കണ്ണ് കാണാത്ത അല്ലാതുള്ള അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഓരോ ജോലി ചെയ്യിക്കുന്ന കോഴിക്കോട് ഒരു സർക്കാരിൻ്റെ ഒരു ട്രെയിനിങ്, അവിടെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് സുനില് പഠിച്ചോണ്ട് എന്നെ ഇടയ്ക്ക് വിളിക്കും. അപ്പം ഞാനൊരു തവണ ഒരു 5-6 വർഷം പോകും. അപ്പം ഞങ്ങൾ 8 വർഷമായിട്ട് സൗകര്യമാണ്. ഞാൻ തട്ടിമുട്ടിയിലൊരു അന്ധൻ്റെ ഒരു വേഷം, പുള്ളി ഭാര്യയും കൂടെ വീട്ടില് എനിക്കൊന്ന് ലോട്ടറി വിൽക്കാൻ വേണ്ടിയോ എന്തോ വരുന്നതായിരുന്നു. അപ്പം ഞാൻ ഓർത്തത്, ഞാൻ സുനിലിനെ വിളിച്ചു, സുനിലെ ചെയ്യാവുന്ന അപ്പോൾ ചേട്ടാ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് ആ ദിവസം പുള്ളിയുടെ ഒരു ബന്ധു KSRTC കണ്ടു, അദ്ദേഹത്തിന്റെ കൂടെ നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചു, നന്നായിട്ട് അഭിനയിച്ചു. ഭയങ്കര സന്തോഷമായി കാണുമല്ലോ. അത് ഒരുപാട് പേര് അവരുടെ ബന്ധുക്കളും ഒക്കെ കാണുകയും, അതാ ഇവർക്ക് അപാര കഴിവാണ്. അത് അവർക്ക് നമുക്ക് ഭയങ്കര ഇത്. ഇപ്പം ചേട്ടൻ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ സീരിയലെല്ലാം പുള്ളി കേൾക്കുമെന്ന്. നമുക്ക് ചിലപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ പല കഥാപാത്രങ്ങളും ഓർത്തിരിക്കുന്നത് അവരായിരിക്കും. ഇപ്പൊ ഒരു ഉറക്കത്തിൽ വിളിച്ചെഴുന്നേപ്പിച്ച് ചോദിച്ചാലും പറയും. ഇപ്പം ഓണമൊക്കെ ആയിട്ട് ഞങ്ങളോട് ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് സന്തോഷമാണ്. ചേട്ടൻ്റെ അനുഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പുതുമയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതും, ഞങ്ങളുടെ കൂടെ ഈ ഓണം ആഘോഷിച്ചതിന് ഒരുപാട് നന്ദി.